ഹായ്, ഞാൻ നിതിൻ ടെനേഗ സോളാറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ഭൂമിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റംസ്. അപ്പോൾ എല്ലാവർക്കും അട്രാക്റ്റീവ് സബ്സിഡീസ് ആൻഡ് പല ഫെസിലിറ്റി ലോൺ സ്കീംസ് ഒക്കെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റുകളെ പറ്റി ഒരുപാട് അബദ്ധധാരണകൾ നമുക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി പൂർണ്ണമായും KSEB ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നാണ് എല്ലാവരുടെയും വിചാരം. എന്നാൽ അങ്ങനെയല്ല. പകൽ സമയം ഉൽപ്പാദിപ്പിക്കുന്ന എനർജി നമ്മളുടെ വീടോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ലോഡോ അവിടെ ഡിമാൻഡ് ചെയ്ത് ബാക്കി വരുന്ന എനർജി മാത്രമാണ് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിനർത്ഥം നമ്മളെ വീട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളൊക്കെ പകൽ സമയം പൂർണ്ണമായും ഗ്രീൻ എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതിലാണ് കൺസപ്ഷൻ നടക്കുന്നത്. അതുപോലെ അടുത്തൊരു അബദ്ധധാരണ, നമ്മൾ KSEBക്ക് കൊടുക്കുന്നത് ഒരു താരിഫിൽ, തിരിച്ചെടുക്കുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന വേറെ താരിഫിൽ, രണ്ട് തരം താരിഫാന്നൊക്കെ വിചാരം. അങ്ങനെയല്ല. നമ്മളുടെ കൺസപ്ഷൻ ആനുപാതികമായി നമ്മൾ ജനറേഷൻ വരുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 300 യൂണിറ്റ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നു, 300 യൂണിറ്റ് പ്ലാന്റ് ജനറേറ്റ് ചെയ്യുന്നു, അത് ഈക്വലി സെറ്റ് ഓഫ് ചെയ്യും, ഒരേ താരിഫ് തന്നെ സെറ്റ് ഓഫ് ചെയ്യും. എക്സസ് വരുന്ന എനർജി അത് ക്യുമുലേറ്റീവായിട്ട് ബാങ്ക് ചെയ്ത് കിടക്കും. മാർച്ച് 31 വരെ KSEB അത് ബാങ്ക് ചെയ്ത്, എക്സസ് വരുന്ന എനർജി ബാങ്ക് ചെയ്ത് പോകും. അപ്പോൾ ക്രെഡിറ്റ് വരുന്ന എനർജി മിനിമം 500 യൂണിറ്റ് ഉണ്ടെങ്കിൽ മാർച്ച് 31-നാണ് KSEB ചെക്ക് ചെയ്യുക. ₹2.65 നിരക്കിൽ എക്സസ് എനർജിക്ക് നിങ്ങൾക്ക് ക്യാഷായിട്ട് KSEB തരും. ഇതാണ് ഈ സ്കീം എന്ന് പറയുന്നത്. ഇതിന് സോളാർ ബാങ്കിങ് എന്നാണ് പറയുന്നത്.